നേതാജി പിടി. ആ വേം ഇറക്ക. ആ പോട്ടെ. വാ പോവാ. പോയേക്കാം. അച്ഛൻ ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാന്നാ വിചാരം. പണി നേരത്തെ കഴിഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാ കൊച്ചു വരാൻ നേരമായല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ കാത്തു നിന്നതാ. ഇതച്ഛന്റെ സ്ഥിരം ഡയലോഗ്. ഓടാ. കാറിലാണ് പോകുന്നതെങ്കിൽ അമ്മാമ്മേനെയും കൊണ്ട് പോയായിരുന്നു. ഇതിപ്പോൾ ഗുരുവായൂർ വരെയൊക്കെ കാറ് പിടിച്ച് പോകാന്ന് വെച്ചാൽ രൂപ എത്രയാവും? ഇനി അമ്മാമ്മേനെ ബസ്സിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ റോഡ് അത്രയും കുണ്ടും കുഴിയാണ്. കയറി ഇറങ്ങി അതൊരു പരുവമാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പം മരുന്നും കഷായം ഒഴിഞ്ഞ നേരം. അയ്യോ, ഇതെന്ത് പറ്റി? സ്കൂട്ടർ കേടായോ? ഇതിപ്പോ ശരിയോ? ഭാസ്കരന്റെ സഹായം വല്ലതും വേണോ? ഏയ് വേണ്ട, പോട്ടാ. ഈ അച്ഛന്റെ ഒരു കാര്യം, അത് സ്കൂട്ടർ അല്ല ബൈക്കാ. നാണിച്ചു പോയി. അതിന് നീ എന്തിനാ നാണിക്കുന്നത്? എന്തായാലും അത് മോട്ടോർ സൈക്കിൾ തന്നല്ലോ. ഭാസ്കര, ആ 2 ദിവസത്തെ പണിയുണ്ടല്ലോ ഭാസ്കര. നാളെ അങ്ങോട്ട് വരുമോ? അയ്യോ, നാളെ മോളെയും കൊണ്ട് ഗുരുവായൂർ തൊഴാൻ പോണല്ലോ. കഴിഞ്ഞു വന്നിട്ട് 2 ദിവസം മംഗലത്തെ കരിംകായ്ക്ക് പണിയുണ്ട്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ അതുകൂടി കഴിഞ്ഞിട്ട് പോയോ? ഓ, അങ്ങനെയാവാം. അതെ, ഈ ഗുരുവായൂർക്ക് പോണെന്ന് അമ്മയ്ക്ക് നല്ല മോഹമുണ്ട്. ഞാനും അമ്മയും കൂടി വന്നാലോ? അത്ര ബസ് കയറി ഇറങ്ങി പോയി വരാനുള്ള ശേഷി അമ്മയ്ക്കുണ്ടാ? നീ അതെന്തറിഞ്ഞിട്ടാ? നമുക്കൊരു ടാക്സി പിടിച്ചു പോയാലോ? ടാക്സിയാ? സീതയെ കുറച്ച് കൂടുന്നുണ്ട്. ഒരു ടാക്സി ഗുരുവായൂർ പോയി വരാൻ രൂപ എത്രയാവും അറിയാം? നിനക്കൊന്നും കാശിന് ഒരു വിലയില്ലേ. അത്ര വലിയ ആഘോഷമൊന്നും വേണ്ട. ടാക്സി. അമ്മയെ കല്യാണം കഴിച്ച ആദ്യ കാലത്തൊന്നും അച്ഛനിങ്ങനെ ദൈവത്തിലും ഈശ്വരനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ മുത്തുണ്ടായതിന് ശേഷമല്ലേ 8 കൊല്ലം എത്ര വഴിപാടുകൾ നേർന്നു. അവസാനം ഗുരുവായൂരപ്പന്റെ കൃപയാ എൻ്റെ മുത്ത്. അന്ന് അമ്മമ്മ ഗുരുവായൂരപ്പന് കൊടുത്ത വാക്ക എല്ലാ പിറന്നാളിനും മുത്തിനെ കൊണ്ടുവന്ന് തൊഴിച്ചോളാന്ന്. കല്യാണം കഴിച്ചു വിട്ടാലും ഇത് മാത്രം മുത്ത് മുടക്കല്ലേ. അമ്മമ്മ എവിടെ? ഭയങ്കര തിരക്കായിരുന്നു. മോള് നന്നായിട്ട് തൊഴുതു. അടിപൊളി. അല്ലെങ്കിലും മീൻകറി വെക്കാൻ എന്റെ സീതക്കുട്ടിയെ വല്ല വേറെ ആരാ ഉള്ളത്? അച്ഛൻ അവിടെ വിശന്നിരിക്കുക, ചോറ് കൊടുക്കണം. കൊടുത്തോ? ഓ, ഭർത്താവിനോടുള്ള സ്നേഹം കണ്ടോ എന്റെ ഭഗവാനെ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവരൊന്ന് സ്റ്റണ്ട് കൂടുന്ന കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. കൊച്ചേ, നല്ല അടി തരും.
ഓരോ വർത്താനം. എന്താ അമ്മയും മോളും കൂടി ഒരു ബഹളം? അല്ല അമ്മമ്മേ, അമ്മയുടെ മീൻകറിയുടെ രഹസ്യം അമ്മമ്മയുടെ കൈപ്പുണ്യം പാർന്നു കിട്ടിയതല്ലേ? അതെ, എന്റെ കൈപുണ്യം തന്നെയാ. അതിനെ ഇമണി പുളിക്കും. ഏ, അമ്മമ്മ മീൻകറി വെച്ചാ പുളിക്കുവോ? അയ്യേ, എങ്കിൽ കൊള്ളില്ല. അമ്മേ, ഈ കൊച്ചെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണേ. അത് നേരാ. അമ്മ കറി വെക്കുന്ന കണ്ടിട്ട് തന്നെയാ ഞാൻ പഠിച്ചേ. പക്ഷേ എല്ലാത്തിനും എൻ്റെ ഒരു പരീക്ഷണമുണ്ട്. ഓ, ന്യൂ ജനറേഷൻ. ദേ ചോറ് വിളമ്പട്ടെ. വന്നപ്പോ മുതൽ ശ്രദ്ധിച്ചതാ. എന്തു പറ്റി? ഒന്നുമില്ല. എന്നാലും കൊച്ചിനത് 19 വയസ്സാ. ആ ഇനി കൂടിയാ 2 കൊല്ലം. അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വിടണ്ടേ? വേണം. കൊച്ചിറങ്ങിപ്പോയാ പിന്നെ നമുക്കാരാ? അച്ഛാ ബാ, ഊണ് കഴിക്കാം, വിശക്കുന്നു. അമ്മ ചോറ് വിളമ്പ്. ചെല്ല് ചെല്ല്, ബാ. ആ, മനുഷ്യനെയും മൃഗങ്ങളെയും പോലെ തന്നെ വൃക്ഷങ്ങളും. നല്ല പരിരക്ഷ കിട്ടിയ നല്ല രീതിയിൽ ആദായം തരും. അതെ. ഗുരുവായൂർക്ക് തൊഴാൻ പോയ വിശേഷമൊക്കെ എന്തുണ്ട്? നല്ല വിശേഷമൊക്കെ. ഭാസ്കരന്റെ മോളെ കണ്ടിട്ടുണ്ട്. ബഹുമിടിക്കുക. ഡിഗ്രി കഴിഞ്ഞാലും തുടർന്ന് പഠിപ്പിക്കണം കേട്ടോ. ഓ, സമയായി. ശരി. ഭാസ്കരേട്ടാ, ശരി. ആ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും. നമ്മുടെ ജമാഅത്തിന്റെ ഒരു അടിയന്തര കമ്മിറ്റി അസറിന് ശേഷം കൂടുന്നതാണ്. എല്ലാ കമ്മിറ്റി അംഗങ്ങളും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ. അല്ല ആചാര്യ, ഇപ്പൊ ഇങ്ങനെ ഒരു അടിയന്തര കമ്മിറ്റി എന്തിനാന്ന് മനസ്സിലായില്ല. അതോ, ആ അത് നമ്മുടെ നെറ്റിയാടൻ സമിതിന്റെ ഓ മകളെ ഇറക്കി വിട്ടതിന്റെ വക പലിശക്കടം കുറച്ച് കേറിയിക്കണ്. ഓ മൂപ്പര കവലയിലെ കടമുറി വിൽക്കാൻ പോണ്. പള്ളിക്ക് അത് വാങ്ങണം. പള്ളിക്കോ അതോ മംഗലത്തെ കരീമിനോ? ഇപ്പോ പള്ളിന്ന് പറഞ്ഞാ മൂപ്പരല്ലേ ബീരാനെ. പക്ഷേങ്കില് അത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിടിപ്പുകേടില്ലേ ഹാജരെ? നിങ്ങൾ 3 ഹജ്ജ് ചെയ്ത ആളാ. ഈ പറഞ്ഞ ആളുകളേക്കാൾ കൂടുതൽ കുടുംബമഹിമയുണ്ട്. അങ്ങക്കല്ലേ പള്ളി പ്രസിഡന്റ് ആവാൻ കൂടുതൽ യോഗ്യത. എന്നിട്ടും കാശുണ്ടായിട്ടും ഒരു ഹജ്ജിന് പോലും പോവാത്ത മൂപ്പരന്നല്ലേ 10 കൊല്ലായിട്ടാ കസരമ്മല്. ഇതൊന്നും ശരിയല്ല ഹാജരെ. ഇതൊക്കെ മഹലുകാർ ചിന്തിക്കേണ്ട കാര്യല്ലേ ബീരാനെ.
നേരെ ഒരുപാടായില്ലേ കൊച്ചേ, നീ എപ്പോഴാ പോണേ? ഇല്ലമ്മേ, സമയാവുന്നേ ഉള്ളൂ. എവിടെ പോണ കാര്യം പറയണേ? ഇന്ന് കോളേജ് അവധിയല്ലേ? ആ, ഇത് നല്ല കഥയായല്ലോ. സകല വാർത്തയും വള്ളിപുള്ളി വിടാതെ അമ്മേന്റെ ചെവിയിൽ ഓതുന്ന ആളാണല്ലോ. ഇത് മാത്രം പറഞ്ഞില്ലേ? എന്ത്? അത് ഈ കൃഷ്ണയുടെ മുത്തിനോട് പോയി വന്നിട്ട് പറയുന്നതാ ഭംഗിന്ന് തോന്നി, അതാ. കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണം അത്രേ. വല്യമ്മയുടെ തുളസി ചേച്ചിയുടെ വീടില്ലേ, അതിന്റെ അടുത്താ വീട്. കൂടെ പഠിക്കണ എല്ലാരും പോണ്ടത്രേ. ആണോ? എന്നിട്ട് ആ കുറുമ്പ് എന്നോട് പറഞ്ഞില്ലേ? ഇത് തിന്ന് കഴിഞ്ഞിട്ട് വരെ തരാം കേട്ടാ. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ കാടിവെള്ളം തരാം. രമേശ നോക്കണ, നല്ല വേണ്ട. നിനക്കൊന്നും 20 ലിറ്റർ പാല് ഇറക്കാനുള്ള യോഗ ഇല്ലടാ. സന്ധ്യ ആവാൻ നിക്കരുതേ, പെട്ടെന്ന് തിരിച്ചു വരണം. ഛേ, ഒരു പൊട്ടു വിട്ടൂടെ നിനക്ക്? ഓ വേണ്ടമ്മേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊട്ടും കുറിയൊക്കെ ഒരു മോശം പോലെയാ കാലം. പോട്ടെ അമ്മേ. മോളാ, ഞാനിപ്പോഴും ചെറിയ കുട്ടിയെന്നാ വിചാരിച്ചേ. നേരം വെളുക്കണ പോലെയല്ലേ പെൺപിള്ളേരെയൊക്കെ വളർച്ച അങ്ങോട്ട്. അപ്പൊ അടുത്ത് തന്നെ പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി ഒരു ശാപ്പാർ അടിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അല്ലേ? അതെ, നല്ല എനവാ, തൊഴുത്തിലേക്ക് കെട്ടട്ടെ. വിലയൊക്കെ ഞാൻ ഭാസ്കരനായിട്ട് പറഞ്ഞോളാം. വേണ്ട വേണ്ട, ഇവിടെ ഉള്ളതിനെ തന്നെ നോക്കാൻ പറ്റില്ല. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, എന്തിയാ അവള്? ആര്? ഹാ, ഞാൻ തെക്കുംപുറത്ത് വാങ്ങിച്ചു വന്നിട്ട് എനയില്ലേ അത്. അല്ല, അതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അത് ഇനി ആർക്കെങ്കിലും മറിച്ച് വിറ്റോ? ഇല്ല. അങ്ങനെ കൊടുത്താലും ഞാൻ അറിയും. അല്ല, ഭാസ്കരൻ അത് എന്നോട് പറയും. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഞാനാണല്ലോ ഭാസ്കരൻ അതിനെ വാങ്ങിച്ചു കൊടുത്തത്. ആട്ടെ, ഇപ്പൊ 2 നേരം കൂടി ഒരു 20 ലിറ്റർ കിട്ടുമോ? നോക്കിയില്ല. ആ, അതൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണ്ടേ നിങ്ങള്? എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ. വാ. ആള് നല്ല മിടുക്കിയായല്ലോ. ഭാസ്കരനെ അന്നേരം ഒരു ശകലം ധൃതി കൂടിപ്പോയി. അല്ലേ ഒരു 500 കൂടെ താത്തി കിട്ടേണ്ടതാ. എനിക്കൊരു പരാതിയുണ്ട് കേട്ടോ, എന്റെ ബ്രോക്കർ കാശ് തീരെ കുറഞ്ഞു പോയി. അതെ, ഇടയ്ക്കൊന്ന് എന്നെ മാറ്റി പിടിക്കുന്ന നല്ലത്. ആ കെട്ടിയിരിക്കുന്നതിന്റെ തള്ളയ്ക്ക് 2 നേരം കൂടി 24. തള്ള വേലി ചാടിയ മോള് മതിലി ചാടുന്നാണല്ലോ. എന്താ ദേവിയമ്മേ, നോക്കണണ്ടാ? ഇല്ല, തൽക്കാലം ഉള്ളതന്നെ മതി. ആ കിടാവ് കിടന്ന് കരയുണ്ടേ, വിശന്നിട്ടാ തോന്നുന്നുണ്ട്. വിശന്നിട്ടാ? ഒരു ബക്കറ്റ് കാടിവെള്ളവും 2 പിടി ബൈക്കോലും തിന്നിട്ട് നിക്കണം നിപ്പാത്. അതെ, മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ടിട്ട് ആദായം ഉണ്ടാക്കുന്ന പരിപാടി ഈ മൊയ്തീനില്ല. ആ ഒരു ആദായം എനിക്ക് വേണ്ടേ വേണ്ട. അല്ല പിന്നെ ഓണം കൊടുത്താനായിട്ട് കിടാവ്. കുറച്ചു കാലമായിട്ട് ഈ ശല്യമില്ലായിരുന്നു, തുടങ്ങിയിട്ടുണ്ടല്ലോ. കരിങ്കണ്ണനാ, നീ ഇങ്ങ് വന്നേ. ഇന്നാളിതുപോലെ തൊഴുത്ത് കണ്ടുപോയിട്ട് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? കുറച്ച് ഉപ്പും മുളകും കാലിന്റെ അടിയിലെ മണ്ണൊഴിഞ്ഞ അടുപ്പിലിട്. കരിങ്കണ്ണൻ. ഉമ്മർക്കാർ ചായ. ആ, ഇന്ന് പണിയുണ്ടായിരുന്നില്ലേ ഭാസ്കരേട്ടാ? ഓ, മാടശ്ശേരിയിലായിരുന്നു. തോമസ് ഏട്ടൻ്റെ അളിയൻ മരിച്ചു, പിന്നെ നേരത്തെ അങ്ങ് നിർത്തി. അല്ല, ഏത് അളിയൻ എന്ന് പറയുമ്പോ ആ വയനാട്ടിലാ കറുത്തിട്ട്? അതെ. പുള്ളിക്ക് എന്താ പറ്റിയത്? അസുഖം വല്ലതും? ആത്മഹത്യയായിരിക്കും. അതേന്ന് ഒരു സംശയവും വേണ്ട. വയനാട്ടുകാരനല്ലേ, ആത്മഹത്യയായിരിക്കും ഉറപ്പാ. ഇവന്മാർക്കൊക്കെ കുറച്ച് നിലം കാണുന്നേ. വല്ല ബാങ്കിൽ നിന്നാ ബ്ലേഡിൽ നിന്നാ പണം പലിശക്കെടുത്തിട്ട് കൃഷി ഇറക്കും. മഴയും കാറ്റും വന്ന് കൃഷി നശിക്കും. ഒരു കൃഷി നശിക്കാൻ ഇതുപോരെ. ബാങ്കുകാർ വരും ജപ്തി ചെയ്യാൻ ഒരു വശം, ബ്ലേഡുകാരുടെ കൊട്ടേഷൻ സംഘം മറുവശം.
ഇതിന്റെ ഇടയിൽ എളുപ്പവഴി എന്താ? ആത്മഹത്യ. ഗോപാലോ, ഓ, ഞാൻ ഈ കടയിലെ പലഹാരമൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അതാ നല്ലത്. അപ്പവും പുട്ടൊക്കെ മാറ്റി. ഇനി ഇഡ്ഡലിയും ദോശയും. മാവാട്ടാൻ കല്ലിന് ഓർഡറും കൊടുത്ത്. ദേ, ഇപ്പൊ പണിക്കാരനെ കിട്ടി. പണിക്കാരനാ? അതാരാ? നീ അല്ലാതാരാ? ഞാനാ? ആ, നിന്റെ പറ്റെഴുതി എന്റെ കൈയൊടിഞ്ഞു രവി. മാവാട്ടിച്ചെങ്കിലും അത് മുതലാക്കണ്ടേ? കടം വന്നാൽ ആ വയനാട്ടുകാരന്റെ ഗതി എനിക്കും വരൂലേ? എത്ര നേരമായി ഈ കൊച്ചെവിടെ പോയി കിടക്ക്? നേരത്തെ വരില്ലെന്ന് പറഞ്ഞത് ഒരനുസരണയില്ല. കൊച്ചു വന്നോ സീതേ? ഇല്ലമ്മേ. നേരെ ഒരുപാടായല്ലോ. ചേട്ടൻ വരുന്നുണ്ട്. എന്താ സീതേ? കൊച്ചിതുവരെ വന്നിട്ടില്ല. അതെന്താ? വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇപ്പൊ കവലയിൽ ബസ് ഇറങ്ങി കാണും. ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. നീ ഇതങ്ങ് വെച്ചോ. ആ. നീയൊന്ന് സമാധാനപ്പെടു സീതേ. കൊച്ചിപ്പ വരുന്നേ. നിങ്ങൾ തേരെ പോയി കിടക്കുന്നതിന്റെ മനുഷ്യ പള്ളി പോയതാ. ആ സീതയുടെ മോള് കാലത്ത് കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണത്തിന് പോയതാ. ഇതുവരെ വന്നിട്ടില്ല. അന്വേഷിച്ചു പോയ ഭാസ്കരനെയും കണ്ടിട്ടില്ല. ആ തള്ളയും പെണ്ണും അവിടെ നെലോളി കൂട്ടുക. വരുമ്മക്കൊന്ന് പോയി വെക്കാം. മഴ പെയ്യുണ്ട്. അത് കൂടുതൽ അല്ലാ, ഓൾക്ക് എന്താ പറ്റിയ പഠിച്ചോനെ. അളർങ്ങാണ്ട് പാമ്പ് പോലെ ഇവിടെ ഇറങ്ങട്ടാ. ഫോണാണെങ്കിൽ അവള് കൊണ്ടുപോയിട്ടില്ല. കൂട്ടുകാരികളുടെ ഫോണെന്നെങ്കിലും അവൾക്കൊന്ന് വിളിച്ചു. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിണ്ടാവും, എനിക്ക് ഉറപ്പാ. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ട് എന്റെ സീതേ. ഓളിപ്പ വരൂ. സന്തോഷിന്റെ ഓട്ടോറിക്ഷയാണല്ലേ അത്? കൊച്ചെവിടെ? എന്റെ കൊച്ചിന് എന്താ പറ്റിയേ? എന്റെ കൊച്ചിന് എന്താ പറ്റിയേ പറ. എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? കൂടെ പഠിക്കുന്ന 2 കുട്ടികളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചായിരുന്നു. പക്ഷെ അവരുടെ അറിവിൽ ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല. അപ്പോ ഉസ്താദ് സംശയിക്കണ്ട, സംഗതി വിളിച്ചോടം തന്നെയാ പ്രേമം. പറ, എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? എന്താ അത്? എനിക്കറിയില്ല സീതേ. പടച്ചോനെ, ഈ കുട്ടി ആളാരാന്നറിയാമോ? അതറിയില്ല. അങ്ങനെയെങ്കിൽ പോലീസ് അറിയിക്കട്ടെ സന്തോഷേ. കാലമല്ലാത്ത കാല. അത് തീർച്ചയായിട്ടും വേണം. ശരി, നിങ്ങൾ വിഷമിക്കാണ്ടിരി. കുട്ടി ഇപ്പൊ വരുന്നേ. ഭാസ്കര, നീ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഇവിടം വരെ പോവാം. വാ. നൊലോളിക്കണ്ട, ഓളിപ്പ വരും. വണ്ടി എടുക്ക് സന്തോഷം.
പോലീസ് സ്റ്റേഷൻ? ആ എൻ്റെ പൊന്ന് സഹോദരി, കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കാൻ ഇത് KSEB ഓഫീസൊന്നല്ല, കേസെടുക്കുന്ന സ്ഥലമാ പോലീസ് സ്റ്റേഷൻ. ഓ ഓ ആ ശരി, എങ്കിൽ അറിയിക്കാം. കേട്ടോ മനെ, ആ പാലേക്കര ഭാഗത്ത് കറണ്ടില്ലെന്ന്, KSEBിലോട്ട് വിളിച്ചിട്ട് അവർ ഫോണും എടുക്കുന്നില്ലെന്ന്. ഒന്ന് വിളിച്ചു നോക്കി. വിളിക്കാം സാർ. ഹോ, കഞ്ഞിക്കുപ്പില്ലെങ്കിലും ആളുകൾ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. ആ പറയടാ വില്ലേജ്. സാറേ, ഒരു അബദ്ധം പറ്റിയതാണ് സാർ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കൂ സാറേ. നിന്ന് കുണുങ്ങാതെ മര്യാദക്ക് വില്ലേജ് പറയടാ. കുമാരപുരം. കുമാരപുരം. കരയോ? ചെത്തിക്കോട്. ചെത്തിക്കോട്. കയ്യിൽ ഫോണുണ്ടല്ലേ, ജാമ്യത്തിന് ആളെ വിളിച്ചോ, വീട്ടിൽ പോകണമെങ്കിൽ. ഇല്ലെങ്കിലേ കൊതുകടിയും കൊണ്ട് ഇന്നിവിടെ കിടക്കേണ്ടി വരും. സാറേ, ഞങ്ങൾ പരസ്പരം ജാമ്യം നിന്നാ പോരെ? നിങ്ങൾ പരസ്പരം നിൽക്കാമോ? അപ്പം നിനക്കൊക്കെ ഇത് സ്ഥിര ഏർപ്പാടല്ലേ? എന്തിനാടാ മക്കൾ തിന്നേണ്ട മുതൽ സർക്കാരിൻ്റെ ബാധ്യത തീർക്കാൻ കൊടുക്കണേ? കഷ്ടം തന്നെ. ഹലോ, തളരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. പാലേക്കര ഭാഗത്ത് കറണ്ടില്ല. ആ ശരി, കള്ളന്മാരുടെ ശല്യമുള്ള ഏരിയ അതാ. ആ ശരി. സാർ, എന്താ അത് ഈ ഭാസ്കരന്റെ മോള് രാവിലെ കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണത്തിനാന്ന് പറഞ്ഞു പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ കല്യാണ വീട്ടിൽ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു സാറേ, പക്ഷേങ്കിൽ അവിടെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. ഓഹോ, മോൾക്ക് എത്ര വയസ്സുണ്ട്? 19. സംഗതി ഒളിച്ചോട്ടാണല്ലോ സുഹൃത്തുക്കളെ. ആട്ടെ, കൂട്ടുകാരനാരാന്നറിയൂ? അറിയില്ല. അതും അറിയില്ല. അതറിയാനാണോ മാഷേ പ്രയാസം? ഏറ്റവും അടുത്ത കൂട്ടുകാരെ വിളിച്ചൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ? വിവരം ക്ലീൻ ആയിട്ട് ഇഞ്ഞു പോരും. അത് തന്നെ, ആ വഴിക്കൊന്ന് അന്വേഷിക്കാൻ മേലായിരുന്നു. അല്ലാതെ നിങ്ങൾ ഈ പാതിരാത്രിയിൽ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എവിടെ പോയി തപ്പാനാ? അവിടെ എങ്ങനെ പോയിരിക്കേ, SI വരും. കയ്യോ കാലോ വളരണേന്ന് നോക്കി തേനേ പാലയെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വളർത്തും. പെൺകുട്ടികളാണെങ്കിൽ 18 തികയാൻ കാത്തു നിൽക്കുക കണ്ടവന്റെ കൂടെ ചാടിപ്പോവാൻ. ഇവറ്റകളൊക്കെ വെടിവെച്ച് കൊല്ലണം. ഇന്ന് കേസ് എത്രയുണ്ട്? ഇവന്മാരെയും കൂടി കൂട്ടി ഒരു 8 ആയി സാർ. ചെല്ല് അകത്തേക്കില്ലേ. ഭാസ്കര, അതെന്താ പിള്ള സാറേ കേസ് കേട്ട്? ഒരു മിസ്സിംഗ് കേസാ, 19കാരി. ഇരിക്കെ. തൽക്കാലം നിങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കേ. ഞങ്ങളുടെ അന്വേഷണത്തിനേക്കാൾ ഗുണം അതിനാ. ആ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തേക്ക്. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വേണം, ട്രേസ് ചെയ്ത് നോക്കാം. ശരി സാർ. ആ ശരി. നാലാമത്തെ കേസ് 645 അണ്ടർ സെക്ഷൻ 15C അബ്കാരി ആക്ട്, അക്യൂസ്ഡ് ജോസ് അറസ്റ്റ് ആൻഡ് വെയിൽഡ്. അഞ്ചാമത്തെ കേസ് 646 അണ്ടർ സെക്ഷൻ 279 IPC അക്യൂസ്ഡ് സോജൻ അറസ്റ്റ് ആൻഡ്